വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് സേമിയയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ എഗ് ഫ്രൈഡ് സേമിയ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2.5 കപ്പ് റോസ്റ്റഡ് സേമിയയാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് അല്ലാത്ത സേമിയ ഉള്ളവരാണെങ്കിൽ അത് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തതാണെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് നമുക്ക് സേമിയ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ സേമിയ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേമിയ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം സേമിയ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് വെള്ളം വറ്റി പോകാൻ ചാൻസ് ഉണ്ട്. സേമിയ വേവിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിക്കാൻ. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് സേമിയ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലോണം കിട്ടും. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് സേമിയ വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കണം. ഒരുപാട് പശപ്പൊക്കെ ഉള്ള സേമിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നോർമൽ വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം വാർത്തെടുക്കാവുന്നതാണ്. സേമിയയിലെ വെള്ളമൊക്കെ വാർന്നു പോകുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള മുട്ട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ പാനിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. 2 മുട്ട ബീറ്റ് ചെയ്തതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഇളക്കി കഴിഞ്ഞ് ഇത് പൊടി പൊടിയായിട്ട് പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ എഗ് സ്ക്രമ്പിൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെച്ച ശേഷം ഫ്രൈഡ് സേമിയ റെഡിയാക്കാം. ഇനി നമുക്ക് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസോ ക്യാപ്സിക്കമോ സ്പ്രിംഗ് ഓണിയനോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഉള്ളിയും ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സ്ക്രമ്പിൾഡ് എഗ്ഗും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്യേണ്ട. ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് പൊടി പൊടിയായിട്ട് പോവും. ഷെസ്വാൻ ചട്നിയോ സോയ സോസോ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ കൂടി ആഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് സേമിയ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എഗ് ഫ്രൈഡ് സേമിയ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരും വരെ ടേക്ക് കെയർ.